നമസ്കാരം. 2026 വിഷു ഫലമാണ്. ഇടവക്കൂറിൽ വരുന്ന കാർത്തിക മുക്കാല്, രോഹിണി, മകീരത്തിന്റെ അര ചേർന്ന ഇടവക്കൂറുകാരുടെ ഫലം ഈ ഒരു വർഷക്കാലം ഇവർക്ക് മിശ്രഫലമായിരിക്കും. അത്ര ഗുണകരമല്ലാത്ത ഒരു അവസ്ഥയിലൂടെയായിരിക്കും ഇവർ കടന്നു പോവുക. എന്നാലും കാർത്തിക വരുന്ന നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാനും അതുപോലെ തന്നെ അമിതമായ ചിലവ് വരാനും അപ്രതീക്ഷിതമായ ധനനഷ്ടം, ധനം ധാരാളം വരുമെങ്കിലും അപ്രതീക്ഷിതമായ ധനനഷ്ടം രോഗാതി ദുരിതങ്ങൾ കൊണ്ട് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ധനം വരുമെങ്കിലും ചിലവ് വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു പോകും. അതുപോലെ തന്നെ വീട് പണികളൊക്കെ പൂർത്തീകരിക്കാൻ ഈ ഒരു സമയം സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പൂർത്തീകരണം, ആഗ്രഹ സഫലീകരണം ഉണ്ടാകും എന്ന് പറയുന്നു. രോഹിണി നക്ഷത്രക്കാർക്ക് സർവ്വ ആഗ്രഹങ്ങളും സാധിക്കാൻ ഇടവരും എന്നുള്ളതാണ്. അതുപോലെ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകും, സ്ഥാനഭ്രംശവും അതുപോലെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഈ സ്ഥാനചലനം, ട്രാൻസ്ഫർ പോലുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടെ വരാൻ ഇടവരുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ അടുത്ത നക്ഷത്രമാണ് മകീരത്തിന്റെ അരഭാഗം. മകീരക്കാർക്ക് മിശ്രഫലം തന്നെയായിരിക്കും. ഇടകൂറിൽ വരുന്ന ഈ 3 നക്ഷത്രക്കാർക്കും മിശ്രഫലം തന്നെയായിരിക്കും. ഇതേ ഫലം തന്നെയായിരിക്കും മകീര നക്ഷത്രക്കാർക്കും സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും മകീര നക്ഷത്രക്കാർക്ക് ഗൾഫ് വിദേശവാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. എംപ്ലോയ്മെന്റിൽ ജോലിയൊക്കെ ശ്രമിക്കുന്നവർക്ക് ഗുണകരമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. എന്തായാലും ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടുന്ന നക്ഷത്രങ്ങളാണ് മകീരം. അതുപോലെ തന്നെ അതിനനുസരിച്ച് ധാരാളം ചിലവുകളും ഈ വർഷക്കാലം ഇവർക്കുണ്ടാകും. ഈ പറയുന്ന 3 നക്ഷത്രക്കാർക്കും ചിലവ് വർദ്ധിച്ചു വരും. വരുമാനമുണ്ടെങ്കിലും അമിത പാഴ്ചിലവുകൾ ധാരാളം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ വിഷുഫലത്തിൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത്. നന്ദി. അടുത്ത എപ്പിസോഡിൽ കാണാം.